രാമായണ മാസം 7-ാം ദിവസം പാരായണം ചെയ്യുന്ന കഥ എല്ലാവർക്കും അറിയാം. അതിൽ പ്രധാനമായിട്ടും ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങുന്ന ഒരു കഥ ഉണ്ടായില്ല. അങ്ങനെ ശ്രീരാമൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നു. അതറിഞ്ഞിട്ടുള്ള ലക്ഷ്മണൻ വലിയ ദേഷ്യക്കാരനായിട്ട് ദശരഥ മഹാരാജാവിനെയും കൈകേയിയും വധിച്ചിട്ടാണെങ്കിൽ പോലും ജ്യേഷ്ഠന് രാജ്യം നേടിക്കൊടുക്കും എന്ന് ലക്ഷ്മണൻ പ്രതിജ്ഞ ചെയ്യുക. ഈ സമയത്ത് ലക്ഷ്മണൻ്റെ രോഷം തണുപ്പിക്കാൻ ശ്രീരാമൻ അദ്ദേഹത്തെ അരികിലേക്ക് വിളിക്കുന്നതാണ് ലക്ഷ്മണക്രോധം എന്ന ഭാഗത്ത് ഈ 7-ാം ദിവസം പാരായണം ചെയ്യുന്നത്. ലക്ഷ്മണൻ്റെ ഉപദേശം തന്നെ രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് കാണാം. ഭൗതിക പ്രപഞ്ചത്തിൻ്റെ അസ്ഥിരതയെക്കുറിച്ചും മായകളെക്കുറിച്ചും ശ്രീരാമൻ ലക്ഷ്മണന് ജ്ഞാന ഉപദേശം നൽകുകയാണ്. ലക്ഷ്മണ ഉപദേശത്തിലെ പ്രധാന തത്വങ്ങൾ എന്നുള്ള രീതിയിൽ ലക്ഷ്മണ ഉപദേശം പ്രസിദ്ധമാണ്. മനുഷ്യൻ്റെ ആയുസ്സും യൗവനവും വെള്ളത്തുള്ളി താമരയിലയിൽ നിൽക്കുന്നത് പോലെ ക്ഷണികമാണ് എന്നുള്ള അസ്ഥിരത സന്ദേശമാണ് ലക്ഷ്മണൻ ആദ്യമായി നൽകുന്നത്. അതുപോലെ തന്നെ സംയോഗവും വിയോഗവും വഴിപോക്കർ അമ്പലത്തിൽ ഒത്തുചേർന്ന് പിരിയുന്നത് പോലെ മാത്രമാണ് കുടുംബ ബന്ധങ്ങൾ എന്നുള്ളതാണ് ലക്ഷ്മണൻ്റെ മറ്റൊരു ഉപദേശം. അതുപോലെ തന്നെ ക്രോധമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു. ആ ക്രോധം ധർമ്മത്തെ നശിപ്പിക്കുകയും നരകത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുള്ളതാണ് ലക്ഷ്മണ ഉപദേശത്തിന് മറ്റൊരു ഉത്തരം. അതുപോലെ തന്നെ വിധി, ദൈവാധീനം, സുഖവും ദുഃഖവും മാറി മറിയുന്നത് പൂർവകർമ്മ ഫലം കൊണ്ടാണ് എന്നതിനാൽ രാജ്യനഷ്ടത്തിൽ ദുഃഖം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുകൂടി ലക്ഷ്മണൻ ഉപദേശിക്കുകയാണ്. അങ്ങനെ ഈ ലക്ഷ്മണൻ്റെ ഉപദേശം കേട്ട് വനയാത്രയുടെ തുടക്കം ശ്രീരാമൻ്റെ തത്വോപദേശം കേട്ട് ലക്ഷ്മണൻ മനസ്സ് ശാന്തമാവുകയാണ്. അങ്ങനെ ഭഗവാനെ പിരിഞ്ഞ് ഇരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ലക്ഷ്മണനെയും ജ്യേഷ്ഠൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഉറച്ച സതീദേവിയുടെയും ഒടുവിൽ ശ്രീരാമൻ ഒപ്പം കൂട്ടാൻ സമ്മതിക്കുന്നു. അവർ രാജകീയ വസ്ത്രങ്ങൾ വെടിഞ്ഞ് മരവുരി ധരിച്ച് സുമന്ത്രൻ ഓടിച്ച രഥത്തിൽ അയോധ്യവാസികളെ കണ്ണീരാഴ്ത്തിക്കൊണ്ട് അവർ വനവാസത്തിലേക്ക് യാത്രയാകുന്ന അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു കഥയാണ് ഈ 7-ാമത്തെ ദിവസം രാമായണത്തിൽ നമുക്ക് കേൾക്കുക. ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആധുനിക ലോകത്തിന് ഒരു സന്ദേശം എന്താണെന്ന് കൂടി നമുക്ക് ദർശിക്കേണ്ടതുണ്ട്. അതായത് മാനസിക സമ്മർദ്ദം, അമിത കോപം, വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ലക്ഷ്മണനെ പോലെ കോപാകുലനാകുന്ന സ്വാഭാവികമാണ്. എന്നാൽ കോപം വിവാഹത്തെ ഇല്ലാതാക്കും. ശാന്തതയിലൂടെ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്നും ശ്രീരാമൻ ഓർമ്മിപ്പിക്കുകയാണ്. അമിതമായ ഭൗതികവൽക്കരണം, താമരയിലയിലെ വെള്ളത്തുള്ളി പോലെയാണ് മനുഷ്യൻ്റെ ആയുസ്സും ഭൗതിക സമ്പത്തും എന്ന വരികൾ ജീവിതത്തിൻ്റെ അസ്ഥിരതയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മാന്ദ്യമോ പ്രകൃതി ദുരന്തങ്ങളോ വന്നാലും നമുക്ക് പ്രത്യേകിച്ച് അതെല്ലാം തകിടം മറിയും ആധുനിക യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രതിസന്ധികളെ നേരിടാൻ ലക്ഷ്മണോപദേശം നമുക്ക് സഹായിക്കുന്നുണ്ട്. രാജാവാകേണ്ടി വന്നെന്ന് ശ്രീരാമൻ പെട്ടെന്ന് കാട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടും ഒട്ടും അത് സ്വീകരിച്ച് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളെ തുല്യമായി കാണാനും പ്രതിസന്ധികളെ തളരാതെ മുന്നോട്ട് പോകാനുമുള്ള മാനസിക കരുത്ത് നമ്മൾ നേടിയെടുക്കണമെന്നുള്ള ശ്രീ ലക്ഷ്മണോപദേശത്തിൽ ബന്ധങ്ങളുടെ മൂല്യം, സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ശ്രീരാമൻ കഷ്ടപ്പാടുകളിൽ പങ്കാളികളാണ് ഇറങ്ങിത്തിരിച്ച സീതയും ലക്ഷ്മണനും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണങ്ങളാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം താങ്ങാവുന്ന എന്ന സന്ദേശം ഈ ഒരു 7-ാമത്തെ ദിവസത്തെ രാമായണ പാരായണത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ രാമായണ മാസത്തിലെ 7-ാമത്തെ ദിവസത്തിൽ ഈ ഒരു ശ്ലോകം വളരെ ജീവിതത്തിന് തുല്യമാവുന്ന രീതിയിൽ സ്നേഹിക്കുക, വായിക്കുക, അറിയുക.